Hey guys, so നമ്മളിന്ന് പോകുന്നത് ലീമിങ്ടണിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 50-minute ഡ്രൈവ് ഉണ്ട് ലീമിങ്ടണിലേക്ക്. സോ ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഒരു സ്മോൾ ടൗൺ ആണ്. ശരിക്കും ഒരു സ്മോൾ ടൗൺ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്. ഒരു 30,000-40,000 പേര് താമസിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറാണ്. ഇവർ ഒരുപാട് ഗ്രീൻ ഹൗസുകൾ, അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവർ ഈ ടൗൺ എന്ന് പറയുന്ന വേറെ പേരാണ് ടൊമാറ്റോ ക്യാപിറ്റൽ ഓഫ് കാനഡ. ഇവിടെയാണ് ഒരുപാട് കെച്ചപ്പ് മാനുഫാക്ചറിങ് ഫാക്ടറികളുണ്ട് ഇവിടെ. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഫാമുകളുണ്ട്, ടൊമാറ്റോ ഫാംസ് ഉണ്ട്, ഗ്രീൻ ഹൗസസ് ഉണ്ട്. ഒരുപാട് മൈഗ്രൻ്റ് വർക്കേഴ്സ് വരുന്നുണ്ട്. മെക്സിക്കൻസ്, അങ്ങനെ സൗത്ത് അമേരിക്കൻ രാജ്യത്ത് നിന്ന് ഒരുപാട് ടെമ്പററി മൈഗ്രൻ്റ് വർക്കേഴ്സ് താമസിക്കുന്നു. ഈ ലീമിങ്ടൺ ഒരു വീറ്റ്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വീറ്റ്ലിക്ക് ഒരു പ്രൊവിൻഷ്യൽ പാർക്കുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ ഡേ പാസിൻ്റെ ടിക്കറ്റൊക്കെ തീർന്നു. പിന്നെ അൺഫോർച്യുനേറ്റ്ലി അവിടെ കയറാൻ പറ്റിയില്ല. ഇങ്ങനെ ലീമിങ്ടൺ പോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഓൺടാരിയോയിലുണ്ട്. ഓൺടാരിയോയിൽ ഒരുപാട് ലേക്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരുപാട് ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ചെറിയ സിറ്റികളുണ്ട്. അവരിതിങ്ങനെ അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് വിസിറ്റേഴ്സ് ഇങ്ങനെയുള്ള സ്മോൾ ടൗണിലേക്ക് ഇത് കൊണ്ടുവരും. സാധാരണ ഇവിടെ ഇത്ര തിരക്കുണ്ടാവാറില്ല. ഇന്നിവിടെ എന്തൊരു ഫെസ്റ്റും പിന്നെ ഒരു കൺസേർട്ടും നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. പോരാത്തിന് അവിടെ ഒരു മോട്ടോർ ബൈക്ക് ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഓൾറെഡി ഇതൊരു സമ്മർ ടൗൺ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതൊരു സ്മോൾ ടൗൺ ആണെങ്കിലും ഇവിടെ ഒരുപാട് ഇങ്ങനെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു പോയിൻറ്റ് പീലി നാഷണൽ പാർക്ക് ഉണ്ട്. ഒരു വലിയ സ്ഥലമാണ്. അതൊരു 1 ഡേ ആയിട്ടാണ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യും. പിന്നെ ഇവിടെ ഒരു പീലി ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലോട്ട് പോകുന്നൊരു ഫെറി ഉണ്ട്. അത് രാവിലെ പോവും, രാത്രി റിട്ടേൺ വരുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വണ്ടികൾ അതിൽ കൊണ്ടുപോകാം. എന്നിട്ട് ഐലൻഡിൽ ഓടിച്ച് നടക്കാം. നമുക്ക് സൈക്കിൾ എന്തെങ്കിലും ക്യാരി ചെയ്യണമെങ്കിൽ നമുക്ക് കാറിലിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ഐലൻഡിൽ വണ്ടി ഓടിച്ച് നടക്കാം. വൈകുന്നേരം റിട്ടേൺ ചെയ്യാം. ഞങ്ങളൊരു ദിവസം അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് ഇത് മിസ്സായി, ആ ഫെറി മിസ്സായി. അപ്പോൾ പിന്നെ അതിന് നിന്നില്ല. സോ ഇവിടെ എത്രത്തോളം ഗ്രീൻ ഹൗസസ് ഉണ്ടെന്ന് കണ്ടോടാ. ഇവിടെ കാണുന്നതെല്ലാം ഗ്രീൻ ഹൗസസ് ആണ്. ഉള്ളിൽ മിക്കവാറും അഗ്രികൾച്ചർ ആയിരിക്കും. ഇവിടെ അടുത്തുള്ള വേറൊരു സ്മോൾ ടൗൺ ആണ് കിങ്സ്വില്ലി. ഏകദേശം ഒരു 10-minute ഡ്രൈവ് ഉള്ളൂ ലീമിങ്ടൺ.